ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നാലും ഒന്നും കൂടെ പറയാം. ഓയിൽ കാച്ചുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഞാൻ മുമ്പെപ്പോഴോ എൻ്റെ ഒരു വ്ളോഗിലോ എന്തോ ഡേ ഇൻ മൈ ലൈഫിലോ എന്തിലോ ഞാനിങ്ങനെ ഓയിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ അമ്മയും അമ്മമാരൊക്കെ കൂടിയിട്ട് ഇത് ഉണ്ടാക്കാനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഞാൻ അതിനോടൊപ്പം ഞാൻ പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് മൈലാഞ്ചിയുടെ ഇല, അതുപോലെ തുളസിയുടെ ഇല, പിന്നെ കഞ്ഞുണ്ണി അല്ലെങ്കിൽ ഭൃംഗരാജ്, കയ്യോന്നി എന്നൊക്കെ പറയും, അത് വേണം. അതുപോലെ കീഴാർനെല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ഇലയുണ്ട്, അത്. പിന്നെ നെല്ലിക്ക, മരുന്നഞ്ചെറ്റി, ഇതൊക്കെയാണ് കേട്ടോ നമ്മളിതിലേക്ക് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് വേറെ എവിടേക്കും പോകേണ്ടി വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങളുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അങ്ങാടി കടകൾ, ഔഷധ കടകളിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ ഈ ഇലകളൊക്കെ. അപ്പോൾ ഇത് പൂവാങ്കുറുന്നിലയാണ്. ഇത് ഈ നീരിറക്കം, തലവേദനയ്ക്കൊക്കെ നല്ലതാണ്. ചിലവർക്ക് ഈ കാച്ചി എണ്ണ തേക്കുമ്പോൾ നീരിറക്കം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിടുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കറിവേപ്പിലയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, മുടിക്ക് വളരെ നല്ലൊരു ഐറ്റമാണ് കറിവേപ്പില. പിന്നെ പനിക്കൂർക്കയുടെ ഇല, ഇതും ജലദോഷം, നീർവീഴ്ച, ഇതൊന്നും വരാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഈ പനിക്കൂർക്കൊക്കെ ആഡ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ടാണ് ഈ നീലമിരി എന്ന് പറയുന്നത്. ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു എന്താ പറയുക ഇലയാണ് കേട്ടോ. മുടി നല്ല കരുത്തോടെ വളരാനും അതുപോലെ നല്ല കറുത്ത് വളരാനും നിരയൊന്നും പെട്ടെന്ന് വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നീലമിരി. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ, അതാണ് നമ്മുടെ ടാസ്ക്. അതുപോലെ നെല്ലിക്ക ഞാനിപ്പോൾ കാണിച്ചപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ, പക്ഷേ നമ്മൾ ഒരു 30 നെല്ലിക്കയുടെ അടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുരു കളഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി എല്ലാ ഇലകളും നമ്മളിതുപോലെ തണ്ട് വേർതിരിച്ചെടുക്കുക. അതുപോലെ വേണ്ടതാണ് ചെറിയുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയുള്ളി കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തലേ ദിവസം രാത്രി നമ്മൾ ഉലുവ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് കറ്റാർവാഴ ഉപയോഗിക്കും, കറ്റാർവാഴ വേണം കേട്ടോ. അതുപോലെ തന്നെ ഇടുന്ന ഒരു ഐറ്റമാണ് ഈ എന്താ പറയുക, ഔഷധ ചെമ്പരത്തി എന്ന് പറയും. നമ്മൾ ഈ 5 ഇതള ചെമ്പരത്തി ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ അന്വേഷിച്ചിട്ട് അത് കിട്ടാനില്ല. നമ്മുടെ അവിടെ ചെമ്പരത്തിയുടെ ഇത് മാത്രം ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ അത് കിട്ടിയില്ല, അല്ലെങ്കിൽ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഈ നെല്ലിക്കൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ കുരു കളഞ്ഞ ഒരു വലുപ്പത്തിൽ തന്നെ നമ്മൾ ഇടാന്നുണ്ടെന്നുണ്ടെങ്കിൽ അരഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ചോപ്പറിലിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒന്ന് കുഞ്ഞിതായിട്ട് അതായത് കുഞ്ഞു പീസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക. പിന്നെ ഈ നെല്ലിക്കയുടെ നീര് പിഴിഞ്ഞിട്ട് ആ നീര് കിട്ടുമല്ലോ, അപ്പോൾ ആ നീര് വെച്ചിട്ട് വേണം അടുത്ത ബാച്ച് നെല്ലിക്ക അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളത്തിന് പകരം ഈ നെല്ലിക്ക നീര് തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ നമ്മൾ വറ്റിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക നീര് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് വലിയൊരു പണിയാണ്. ഇപ്പോൾ നെല്ലിക്ക നമ്മൾ അടിക്കുന്നില്ലേ, ഇത് കഴിഞ്ഞ് നമ്മൾ ചുവന്നുള്ളി അടിക്കും. ചുവന്നുള്ളി അടിക്കുന്ന സമയത്ത് നെല്ലിക്കയുടെ നീരൊഴിച്ചിട്ട് ചുവന്നുള്ളി അടിക്കാം. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാം. നെല്ലിക്ക നിങ്ങൾക്ക് അറിയാമല്ലോ, ഹെയറിലേക്കൊക്കെ ഭയങ്കര നല്ലതാണ്. അതുപോലെ നല്ല തലയ്ക്ക് ഒരു കൂളിംഗ് എഫക്റ്റൊക്കെ കിട്ടും കേട്ടോ നെല്ലിക്ക യൂസ് ചെയ്ത്. മുടിക്ക് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് വേറെ എവിടെയും പോകേണ്ടി വന്നിട്ടില്ല. വീട്ടിലിനി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇങ്ങനത്തെ ഇലകളും ചെടികളൊക്കെ നിങ്ങൾക്ക് മറ്റേ അങ്ങാടി കടകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. മരുന്നിൻ്റെ ഇലകൾ വിൽക്കണ കടകളൊക്കെ ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നെല്ലിക്കയുടെ നീര് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ചെപ്പിൻ്റെ പകുതിയോളം ഒക്കെ കിട്ടും. നമ്മളത്ര വെള്ളം ചേർക്കാതെ അടിച്ചിട്ടാണ് കേട്ടോ ഇത്ര നീര്. ഇനി നമ്മൾ ഈ ചുവന്നുള്ളി ഉണ്ടല്ലോ, ചുവന്നുള്ളിക്ക് ഞാൻ പറഞ്ഞ പോലെ നെല്ലിക്കയുടെ നീര് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് അടിച്ചെടുത്തതിന് ശേഷം അരിച്ച് ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ കൊറ്റന് അതിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണ ഉണ്ടാക്കാനായിട്ട് കാച്ചാനായിട്ട് നിൽക്കണ നേരത്ത് കൊറ്റൻ എണ്ണ കുടിക്കും എന്ന് പറയും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അരിച്ചിട്ട് ആ വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ പണിയുണ്ട്. ഇപ്പോൾ നമ്മളിതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് ഒരു 4 മണിക്കാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഇത് ഒരു പരിപാടിയും കഴിയില്ല. അപ്പോൾ നമ്മൾ വെള്ളം വറ്റിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ഇറക്കി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം 2 ദിവസമായിട്ടാണ് നമ്മൾ എണ്ണ കാച്ചിയത്. പക്ഷേ രാവിലെ തൊട്ട് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്കും എണ്ണ കാച്ചിൽ കഴിയും കേട്ടോ. പക്ഷെ നമുക്ക് വീട്ടിലെ പണികളും വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ അമ്മയ്ക്കും അമ്മമാർക്കും ഒഴിവനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഇത്ര ലാഗ് വന്നത് കേട്ടോ. ഇവിടെ ചുവന്നുള്ളിയുടെ നീരൊക്കെ അടിച്ചെടുത്ത് സെറ്റായിട്ടുണ്ട്. നെല്ലിക്കയുടെ നീരടിച്ച് കഴിഞ്ഞു, ചുവന്നുള്ളിയുടെ നീരൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ അടിക്കാൻ എന്താ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഉലുവ നമ്മൾ നല്ല രീതിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധം എന്ന് പറയാനായിട്ട് നമ്മൾ നല്ല തിക്കായിട്ടാണ് അടിച്ചെടുത്തത്. അതൊന്ന് ഇത്തിരി ലൂസായിട്ട് അടിച്ചെടുക്കുക. കാരണം നമ്മൾ ഇത് എണ്ണ കാച്ചുന്ന ടൈമിൽ ഇടണം നേരമ്പോഴേക്കും ഇരുന്നിട്ട് അതൊരു കട്ടിപ്പരുവാവും. അപ്പോൾ ആ ടൈമിലായാലും ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കട്ട കെട്ടിയ പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ കുറച്ച് നേരം ഇളക്കേണ്ട ഒരു ഇത് വരും. അത് വരാതിരിക്കാനാണ് നെല്ലിക്കയുടെ ഇപ്പോൾ നമ്മൾ അടിച്ചു വെച്ചതിന് ഏതെങ്കിലും ഒരു നീരെടുത്തിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അമ്മച്ചിയും അമ്മാമ്മയും കൂടി ഇരുന്നിട്ട് ഇവിടെ അമ്മച്ചി നീലമ്മരിയുടെ എല്ലാം ഇരുന്നിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അമ്മാമ്മ കറ്റാർവാഴ അങ്ങനെ നുറുക്കിയിട്ട് ഇങ്ങനെ ഇടാണ് കേട്ടോ, നമുക്ക് മിക്സിയിൽ അടിക്കാൻ എളുപ്പത്തിന്. അപ്പോൾ ഈ പച്ചിലകളൊക്കെ ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് കഴുകി നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം അടിക്കാനായിട്ട്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചതാണെന്ന് പറഞ്ഞാലും പുറത്ത് നിൽക്കുമ്പോൾ പൊടിയും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായി കഴുകി ജസ്റ്റ് അതുമത്തെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കും കേട്ടോ. കറ്റാർവാഴ യൂസ് ചെയ്തിട്ടാണ് അടിക്കുക. അപ്പോൾ ഉലുവ അത് അരച്ച് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പച്ചിലകളൊക്കെ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ കഴുകിയിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യില്ല. ഇല അടിക്കുന്ന ടൈമിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴ ഇല കഴുകിയത് നമ്മൾ എടുത്തിട്ട് മിക്സിഡ് ജാറിലിടും. അതിനുശേഷം നമ്മൾ ഇപ്പം അമ്മമ്മ അവിടെ അരി ഉണ്ടായിരുന്നില്ലേ കറ്റാർവാഴ, അതൊരു പിടി എടുത്തിട്ട് മിക്സിഡ് ജാറിലിടും. അപ്പോൾ നമുക്ക് കറ്റാർവാഴ എടുത്ത ആ പൾപ്പ് ഇറങ്ങുമ്പോൾ നമുക്ക് പിഴിയാനായിട്ട് എളുപ്പമുണ്ടാവും. എല്ലാ കറ്റാർവാഴ സെപ്പറേറ്റ് വെറുതെ അടിക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലയുടെ നീരും കിട്ടുക, കറ്റാർവാഴയുടെ പൾപ്പും കൂടിയിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കോട്ടൻ്റെ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് അരിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞങ്ങൾ അരിപ്പയിൽ വെച്ചിട്ടാണ് അടിച്ചെടുത്തത്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. കോട്ടൺ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ കൊറ്റൻ മാത്രം സെപ്പറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ ആ പൾപ്പും ഇതൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കോട്ടൺ ക്ലോത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ സ്ട്രെയിനർ ഇതുപോലെ അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൊറ്റൻ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് 3 ഭാഗമായിട്ട് അടിച്ചെടുക്കണം. അപ്പം വെള്ളം നമുക്ക് ഒഴിക്കണം, അല്ലെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളപ്പോൾ എടുത്തൊഴിക്കേണ്ടത് നെല്ലിക്കയുടെ നീരല്ലെങ്കിൽ ചുവന്നുള്ളിയുടെ നീരാണ്, അല്ലാതെ പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത ഐറ്റം. ഇത് കരിഞ്ചീരകമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്നിട്ടിട്ട് അടിക്കാൻ പാടില്ല. സെപ്പറേറ്റ് ആയിട്ട് നമ്മളിത് പൊടിച്ചെടുക്കണം. എന്നിട്ട് പൊടിയാക്കി വെക്കുക. ലാസ്റ്റ് എണ്ണ കാച്ചൽ, അതായത് എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കരിഞ്ചീരകം ഇതിനകത്തേക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ കേട്ടോ. അപ്പോൾ അത് ആ ഒരു ടൈം ആകുമ്പോൾ അത് പൊടിച്ചെടുത്താൽ മതി. അതുവരെ അത് മാറ്റി വയ്ക്കുക. അപ്പോൾ അതാ നമ്മളിവിടെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയിലിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കാതെ കറ്റാർവാഴ മാത്രം നെല്ലിക്ക നീരും കൂടി അടിച്ചെടുത്തിട്ടുള്ള ഫസ്റ്റത്തെ ആ ഒരു ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ കൊറ്റൻ യൂസ് ചെയ്തിട്ട് അടിച്ചേരുന്നു. കൊറ്റൻ നമ്മൾ 2 പ്രാവശ്യം, അതായത് ടോട്ടൽ 3 വെള്ളം നമുക്ക് വേണം പച്ച കളറിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ഇതുപോലെ അടിച്ചെടുത്തുമല്ലോ കറ്റാർവാഴ ഇട്ടിട്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ കൊറ്റൻ നമ്മൾ സാധാ വെള്ളം അല്ലെങ്കിൽ ഇപ്പോൾ ഈ നീരിലൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നീരൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. അങ്ങനെ അടിച്ചെടുത്തിട്ട് രണ്ടാമത് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് കൊറ്റൻ കേട്ടോ. അതുപോലെ ഒരു തവണയും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ 3 തവണ നമ്മൾ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ അടിച്ചെടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ മെയിൻ പ്രൊസീജിയറിലേക്ക് കടക്കാണ്. അതായത് എണ്ണ കാച്ചാൻ പോവാണ് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് എണ്ണ കാച്ചാനായിട്ട് നിൽക്കണം. കാരണം ഇത് ഇത്തിരി അധികം നേരത്തെ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല, സ്റ്റൗവിൽ വെച്ച്. അതുകൊണ്ടാണ് നമ്മൾ വിറകടുപ്പിലാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് ഉരുളിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം എണ്ണ കാച്ചുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, കുറച്ചധികം നേരം നിൽക്കേണ്ടി വരും. അപ്പോൾ വിറകൊക്കെ അമ്മമ്മ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തീ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ തീ ആദ്യം ഉണ്ടാക്കി ചൂടാക്കി കഴിയുമ്പോൾ ഈ ഉരുളിയിലുള്ള വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് വറ്റിപ്പോയതിന് ശേഷം ആണ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മൂന്നാമത്തെ ഉണ്ടല്ലോ, അതായത് കൊറ്റൻ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ,
ഒറിജിനൽ പൾപ്പല്ല കേട്ടോ, അതായത് കറ്റാർവാഴ ഇട്ടിട്ട് അടിച്ചിട്ടുള്ള കട്ടിയുള്ളതല്ല. അതിന് ശേഷം അതിൻ്റെ കൊറ്റനെടുത്തിട്ട് നമ്മൾ 2-3 നമ്മൾ ഒഴിക്കാമെന്ന് പറയില്ലേ, അത് രണ്ടും ഒരുമിച്ച് നമ്മൾ ഒഴിക്കണം. അപ്പോൾ അതിന് ഒഴിക്കണതിന് മുന്നേ ഒന്നും കൂടെ നമ്മൾ അരിപ്പ വെച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും എന്തെങ്കിലും കരടുകളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, കൊറ്റനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ അരിപ്പയിൽ സ്റ്റക്കായി നിന്നോളും. അപ്പോൾ ഒന്നും കൂടെ അരിപ്പ വെച്ചിട്ട് അരിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി നല്ല രീതിയിൽ ഇത് ഇളക്കണം. ഇളക്കിയിട്ട് ഇപ്പോൾ ഒഴിച്ചതിൻ്റെ പകുതിയായിട്ട് ഇത് നമ്മൾ വറ്റിച്ചിട്ട് വേണം നമ്മൾ രണ്ടാമത്തെ മറ്റേ നല്ല തിക്കായിട്ടുള്ള പൾപ്പ് ഒഴിക്കാനായിട്ട്. അപ്പോൾ അതുവരെയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഇളക്കി അത് വറ്റി കഴിയുമ്പോൾ നമ്മൾ മറ്റേ തിക്കായിട്ടുള്ള പൾപ്പും കൂടി ഒഴിച്ച് നല്ല രീതിയിൽ എന്താ പറയുക, ഇതിനെങ്ങനെ കുറുക്കി എടുക്കണം കേട്ടോ, നല്ല കട്ടിയിൽ. അപ്പോൾ അത് കുറച്ച് നേരത്തെ പ്രൊസീജിയറാണ്. നമ്മളതിങ്ങനെ എന്താ പറയുക, കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതുപോലെ നല്ല രീതിയിൽ തീയും വേണം, ചൂടിനനുസരിച്ച് അതിങ്ങനെ ആയിക്കൊണ്ടിരുന്നോളൂ കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ, അതായത് ഇവ രണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഈ നെല്ലിക്കയുടെ നീരും പിന്നെ നമ്മുടെ എന്താ പറയുക ചുവന്നുള്ളി അടിച്ച നീരും പിന്നെ ഉലുവയും നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇത് ഇളക്കുക. പടിയൊന്നും പിടിക്കാതെ എന്താ പറയുക, ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി നിൽക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ട ഉലുവ ലൂസാക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തി കിടക്കില്ല. നമുക്കൊരു അബദ്ധം പറ്റിയതാണ്, അത് അടിക്കുന്ന ടൈമിൽ ഒന്ന് ലൂസാക്കിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ നീരും ചുവന്നുള്ളിയുടെ നീരും ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനി വറ്റി ഒരു ഇതാവുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ആദ്യത്തെ പൾപ്പ് ഒഴിക്കുക. ഇതിപ്പോൾ 2ാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും നമ്മുടെ പൾപ്പൊക്കെ, അതായത് നമ്മൾ ഈ ഔഷധ ഇലകളുടെ നീരൊക്കെ ഉണ്ടല്ലോ, അത് വറ്റി ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റത്തെ തിക്കായിട്ടുള്ള പൾപ്പ് ഇന്നലെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിച്ചത് നിങ്ങൾ കാണാതിരുന്നത്. അതും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കരിഞ്ജീരകം നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. ഓയിൽ ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ കരിഞ്ജീരകം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വറ്റി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കും. ഓയിൽ ഒഴിക്കുന്ന ടൈമിൽ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും. അതായത് ഈ നീരും പിന്നെ അതുപോലെ നമ്മുടെ ഓയിലും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഇത് മിക്സ് ആവുന്ന വരെ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ് കേട്ടോ. അപ്പോൾ അമ്മ ഓയിൽ ഫുള്ളായിട്ട് അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഒഴിക്കുന്ന നേരത്തെ അമ്മാമ്മ പറയണത് കേട്ടതാണ് ഞാൻ, വായിൽ വെള്ളം പിടിച്ചിട്ട് ഓയിൽ ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ പറയണതെന്ന് ഞാൻ അമ്മാമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മാമ്മ പറഞ്ഞത് എണ്ണ വറ്റി പോവാതിരിക്കാനാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇപ്പം എനിക്കറിയില്ല, പഴമക്കാർ പറയണതാണ് അങ്ങനെ വായിൽ വെള്ളം പിടിച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പം അമ്മ അതുപോലെ വായിൽ വെള്ളം പിടിച്ചിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചത്. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് കിടന്ന് ഇത് സെറ്റാവണം കേട്ടോ. അപ്പം നമുക്കറിയാൻ പറ്റും, ഇതൊന്ന് മുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മൊരിഞ്ഞ് വന്ന പോലെ, ഇതിനകത്ത് കൊറ്റൻ ഇപ്പം എന്തോരം അരിച്ചൊഴിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊറ്റനുണ്ടാവും. അപ്പോൾ അത് മൊരിഞ്ഞ് വന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇറക്കണതിന് മുന്നേ ആ ഓയിൽ ഒഴിച്ച ടൈമിലാണ് നമ്മൾ കരിഞ്ജീരകം ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അത് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഇനിയിപ്പോൾ ഇത് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പോണിയിലേക്ക് പകർത്തി വെക്കാം. അതിനുശേഷം നന്നായി ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിലാണ്. ഞങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്നതാണ്. ഞങ്ങളുടെ ഒരുവിധം വീട്ടിൽ എല്ലാവരും ഇത് തന്നെയാണ്, കാച്ചി വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഓയിലിനുണ്ടാവും. നമ്മുടെ കയ്യിലേക്ക് ഒഴിക്കുമ്പോൾ ശരിക്കും കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.